ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് ഇന്നലെ ഏകദേശം 10 ആയപ്പോൾ വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് ഏകദേശം 5 ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ വർക്ക് ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബ്രൈഡിൻ്റെ മമ്മീൻ്റെ സാരിയെല്ലാം ഡ്രൈപ്പാക്കി കഴിഞ്ഞു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ കാണിക്കേണ്ട വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബ്രൈഡിൻ്റെ ആൻറ്റിൻ്റെ ഡ്രൈപ്പാക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് ബ്രൈഡിൻ്റെ മമ്മി. ഡ്രൈപ്പാക്കിയത് ഇഷ്ടമായില്ലേ? താങ്ക് യു. ഇത് എംലോഫ്റ്റിലെ സാരിയാണ് കേട്ടോ. ഒരു സിൽവർ പ്രിൻ്റാണ് വരുന്നത്. അടിപൊളി സാരിയാണ്. അറൗണ്ട് എത്ര 20K സംതിങ് ഉണ്ട് ഇതിന്. ഒത്തിരി ആളൊക്കെ അവിടെ എത്തുമ്പം വെയിലൊക്കെ അടിപൊളി. You look so nice. Bridesmaid and bride. very nice. Beautiful. Absolutely. You happy? Yeah, I'm happy. She highlighted. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കോംപ്ലിമെൻ്ററി കഴിക്കാണ്ടുണ്ട് കേട്ടോ, ഈ സ്റ്റേ ചെയ്യണ അവിടെ തന്നെ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് ഒരു ഡ്രൈപ്പിംഗ് കൂടി ഉണ്ട് നോൺ ബ്രൈഡൽ. എന്നിട്ട് പിന്നെ ഹോളിലേക്ക് പോകും. അവിടെ നിന്ന് ബ്രൈഡ് മോർണിംഗ് ഫ്രോക്കാണ് കേട്ടോ, ക്രിസ്ത്യൻ ലുക്കിലാണ്, അടിപൊളി. ഞാൻ നേരത്തെ കണ്ടല്ലോ അല്ലേ. ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ വേറൊരു സുഖമില്ല. അമ്മച്ചി അപ്പം, ഗ്രീൻ പീസ് കറി, നിഷു. ഇതിനിപ്പോൾ എന്താ ക്രൊസാൻ്റെ അതെന്താണ് പറയാം. ഞങ്ങളങ്ങനെ ഫംഗ്ഷൻക്ക് പോകുകയാണ്, അതായത് ഹോളിലേക്ക് പോകുകയാണ്. വിജയവാഡ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഞാൻ സാരി, പിന്നെ എൻ്റെ ട്രോളി, എൻ്റെ എല്ലാ ടൂൾസും ഞാൻ ഓരോരുത്തർ കൊടുത്തു വിട്ടു. ഇനി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാമല്ലോ. അപ്പം ഇനി അവിടെ പോയിട്ട് വേണം ബ്രൈഡിൻ്റെ മന്ത്രകോടിയൊക്കെ ചേഞ്ച് ആക്കാൻ. ബ്രൈഡിൻ്റെ മന്ത്രകോടിയും പിന്നെ ഒരു എക്സ്ട്രാ സാരി ഉണ്ട് പറഞ്ഞില്ല. യൂഷ്വലി അത് ക്രിസ്ത്യൻസിന് കാണാറില്ല. അത് ഈ കുട്ടിക്ക് മന്ത്രകോടി ഇഷ്ടമായില്ല. അപ്പോൾ ആ കുട്ടീൻ്റെ വക അയക്കാണ്ട് വാങ്ങിയതാണ്. ഇന്നലെ ഞാൻ കാണിച്ചെന്ന ആ പിങ്ക് നല്ല ഭംഗിയുള്ള സാരി ഉണ്ടല്ലോ, അത് ആ കുട്ടി ഒറ്റയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ആ കുട്ടി കൺഫ്യൂഷനിലാണ് ഏതാണ് ഡ്രൈപ്പ് ആക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിന്, ഓരെ തെറ്റിക്കണ്ടെന്നുള്ളത്. അതായത് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് ഓലെന്തൊക്കെയോ മന്ത്രിച്ചു കണ്ടൊക്കെ ആണ് ആ സാരി കൊണ്ടുവരിക. അതായത് ആ സാരിന്ന് 2-3 നൂലൊക്കെ എടുത്തുകൊണ്ടാണ് താലിമാല എടുക്കുക. ചെക്കൗട്ടിനുള്ള കോള് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ റിസപ്ഷനിൽ കോള് വന്നു, ഒരു അലാട്ട് തന്നതാണ് 1/2 മണിക്കൂറും കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ സാരിന്ന്, അതായത് ഓല് മന്ത്രിച്ച ആ സാരിന്ന് നൂലിങ്ങനെ വലിച്ചിട്ടാണ് ഒരു 3 അല്ലിയാക്കും. അതിൽ നിന്നാണ് ഓല് താലിച്ചരട് ഉണ്ടാക്കുക. ഒരു ലോക്കറ്റ് മാത്രമാണ് ഗോൾഡ് ഉണ്ടാക്കുക. അപ്പോൾ പിന്നീട് എന്നിട്ട് ഓല താലിച്ചരട് ഏതെങ്കിലും ഒഴുകുന്ന പുഴ ഉണ്ടാകില്ല, അവിടെ കൊണ്ടേക്കാണ്ട് ഓല് കളയും. 3-ാമത്തെ ദിവസം, കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം. അങ്ങനെയാണ് ഒരു വിഭാഗത്തിൽ അങ്ങനെയാണ്. ഇനി ഇവർക്കാണ് തന്നെ ഓരോരോ, ഇപ്പം നമ്മളെ മുസ്ലിംസിൽ സുന്നി, മുജാഹിദ്, ജമാഅത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇനിയിപ്പോൾ ഹിന്ദുസിലാവട്ടെ ഓല കാസ്റ്റ് ഓരോരോ ആചാരങ്ങളുണ്ടല്ലോ, അതേപോലെ ഇവർക്കും ഓരോ കാസ്റ്റ് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ. അതായത് ഓർത്തഡോക്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ. ഇവർ വേറെ ഏതോന്നാണ് എനിക്ക് പറഞ്ഞത്, എനിക്ക് ഓർമ്മ കിട്ടണില്ല ഏതാണെന്നുള്ളത്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർണമെൻറ്റ്സും ഇടാൻ പാടില്ല. കുട്ടീനെ എന്തിന് ഒരു ഇയറിങ് കൂടി, ഒരു മുട്ടിൻ്റെ ഇയറിങ് കൂടി അമ്മ, ഫാമിലി മെമ്പേഴ്സ് ആരും ഇട്ടിട്ടില്ല. അമ്മ ആവട്ടെ, ബ്രൈഡ് ആവട്ടെ, വള, റിങ്സ് ഒന്നും ഇട്ടിട്ടില്ല. അതൊന്നും പാടില്ല ഓല പാസ്റ്റേഴ്സിന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി, ഓരോ വിശ്വാസങ്ങൾ അങ്ങനെ. അപ്പോൾ മേ ബി ചെക്കൻ്റെ വീട്ടുകാർ ആ വയലറ്റ് സാരി തന്നെ ഒന്ന് ഉടുക്കാൻ പറയും.
പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ അതായത് ഗ്രൂമിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ആ പിങ്ക് സാരി ആകും ഡ്രൈപ്പ് ആക്കേണ്ടി വരിക. അപ്പോൾ നമുക്കിന്ന് ചിലപ്പോൾ അത്യാവശ്യം ലാഗ് ആവുണ്ടാകും. അപ്പം എന്തായാലും പോയി നോക്കാം എന്താണ് തീരുമാനിച്ചിരിക്കണമെന്ന് അറിയില്ല. പിന്നെ നല്ലൊരു ബ്രൈഡാണ്, നല്ല ഫാമിലിയാണ് കേട്ടോ, എല്ലാം നല്ല ഭംഗിയുള്ള ബ്രൈഡാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തിന് ഇവർ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ശരി, അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഞങ്ങളിതാ അവിടെ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ നമുക്ക് നല്ലൊരു റൂം തന്നു അവർ, കാരണം അത്യാവശ്യം ലാഗ് ആവുമല്ലോ. ഏകദേശം 4 മണി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും, കാരണം 2 ഡ്രൈപ്പിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കില്ലേ ഇവരെ പാസ്റ്റേഴ്സ്, അതായത് ഇവരെ മൊല്ലേരി നമ്മളെ മലപ്പുറംകാർ, അവർക്ക് നല്ല ക്ലാസ് എടുത്ത് കൊടുക്കും. അതായത് 3 മണിക്കൂറത്തെ പ്രയർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എപ്പോൾ തുടങ്ങിയത്? ഏകദേശം 10-ന് തുടങ്ങുന്ന പറഞ്ഞത്. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 11-നായിട്ടാണ് തുടങ്ങിയത്. 10:30 ആവാൻ തുടങ്ങിയത്. 1:30 ആവുക കഴിയണമെങ്കിൽ ആയിരുന്നു. അത് ഞാൻ എങ്ങനെയെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയാണ് ഉള്ളത്. പ്രിയ പോൾ വിടുമ്പോൾ അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളായി വന്നു. എന്നാൽ അവർക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിലും ഉള്ള എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാ അവസരങ്ങളിലും ഞങ്ങളോട് അതാണ് ഓലെ ക്ലാസ് കിട്ടുക. അതായത് ഇവർക്ക് നമ്മളെ മദ്രസ ഉണ്ടാകില്ലല്ലോ, ആ മദ്രസക്ക് പകരം കണ്ട് സൺഡേ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കണ്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കണ്ട് ഗ്രൂമും ബ്രൈഡും ഒരു സഭയിൽ കൂടിയിട്ട് ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കണ്ട് എക്സാം പാസ്സായാലുള്ളൂ ഇവരെ അച്ഛന്മാർ കല്യാണം കഴിച്ച് കൊടുക്കട്ടെ. ഇവർക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ പിന്നീട് പിരിഞ്ഞു പോകരുത് എന്നുള്ള നല്ല ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ മേ ബി നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ക്രിസ്ത്യൻസിൽ കുറേ ഡിവോഴ്സ് കേസ് കുറവാണ്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ഇവർക്ക് ഡിവോഴ്സ് ആകാൻ പറ്റില്ല. ഇവരെ ചർച്ച് അതിന് സമ്മതിക്കൂല. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. ഇപ്പം നിഷുമോക്കാട്ടോ അതിൽ സത്യം പറഞ്ഞാൽ മുതലേക്കണത്. ഓൾ വെറുതെ ഇരിക്കുക, TV കാണുക, അതന്നെ ലേസ് കഴിക്കുക, സ്കൂൾക്കും പോകാതെ. ഇനി ട്യൂഷന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഒരു വിറ്റെന്ന് വെച്ചാൽ ഇനി എനിക്ക് അടുത്ത മന്തിലാവട്ടെ, പിന്നെ എന്താ അമ്മച്ചിനെ മറിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്ത മന്തിലാവട്ടെ, പിന്നെ ഒക്ടോബർ നവംബറിൽ മാഷാഅല്ലാഹ് എനിക്ക് അത്യാവശ്യം ലോങ് ആയിക്കാണ്ട് വർക്ക് ഒരുപാടുണ്ട്. ഇപ്പം അങ്ങോട്ട് കൂടെ പോരാൻ ആൾക്കാർ തല്ലയിക്കണം. പൂമോളും പിന്നെ നെല്ലിക്കുത്തുനിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് താത്താർ, അതായത് എൻ്റെ മൂത്തമ്മ, എല്ലാവരും ഇപ്പം ഒരുപാട് ആൾക്കാരാണ് എൻ്റെ കൂടെ പോരാൻ. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. വല്ലാതെ അങ്ങോട്ട് നമുക്ക് ചടച്ചിട്ടില്ല. പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ ആവൂല. പല സ്ഥലത്തും പല അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. മാഷാഅല്ലാഹ് നമുക്ക് ബാഡ് അനുഭവം ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതെ നിൽക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇവിടുന്ന് എന്തായാലും പ്രീപ്ലീറ്റ് ചെയ്യാനില്ല. ഇവിടെ അതേപോലെ തന്നെ പ്രീപ്ലീറ്റ് ചെയ്യാനില്ല കേട്ടോ സാരി. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതും ഇവിടുന്ന് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇനി ഈ ഏരിയക്കൊക്കെ അങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇനി ഈ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് അറിയില്ല. ഈ കാറ്റഗറിന്റെ പ്രത്യേകത ആണോ അതും എനിക്കറിയില്ല. നമ്മളൊക്കെ അവിടെ ഞാൻ കണ്ടിടത്തോളം, എല്ലായിടത്തും കണ്ടിടത്തോളം ആ സമയത്ത് പള്ളിയിൽ നിന്ന് താലി കെട്ടും. പള്ളിയിൽ നിന്ന് താലി കെട്ടിയതിന് ശേഷം ആ സമയത്ത് ഗ്രൂമിൻ്റെ സൈഡ് ഈ പെണ്ണിൻ്റെ, അതായത് ബ്രൈഡിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. ഈ സാരി, മന്ത്രകൊടി ഇറങ്ങാണ്ടുള്ള സാരി. എന്നിട്ട് ആ ഹാങ്ങർ, അതൊരു ഹാങ് ചെയ്ത് കണ്ടേക്കരുത്, ഇങ്ങനെ പിടിച്ചിക്കാണ്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടേക്കാണ് നമുക്ക് തരിക. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ആകെ ചക്രശ്വാസം വലിക്കണം. കാരണം 1 മണിക്കൂർ ടൈം ഉണ്ടാകുള്ളൂ. ആ സമയത്ത് നമ്മൾ പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്ത് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഒക്കെ തരും. ആ സമയം കൊണ്ട് തന്നെ ബ്രൈഡിനെ നമ്മൾ ഉടുപ്പിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും ഇവിടെ. പക്ഷെ ആ റഷില്ല. ഓൾറെഡി നമുക്ക് ആ 2 സാരിയും തന്നുകൊണ്ട് നമ്മൾ ഓൾറെഡി 2 സാരിയും പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാനുള്ളത് ഈ മന്ത്രകോടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രകോടി ഇട്ടിട്ടായിരിക്കും, അതായത് ഗ്രൂമിന്റെ സൈഡിൽ നിന്നാണല്ലോ കൊടുക്കുന്നത്. ഗ്രൂം അന്ന് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് അത്. ഈ മന്ത്രകോടി ഇട്ടിട്ടായിരിക്കും ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യ മരിച്ചാൽ ഈ മന്ത്രകോടി, അതായത് ഈ സാരി, കല്യാണ സാരി ഇട്ടിട്ടായിരിക്കും ആ ഭാര്യനെ അന്ന് മറവ് ചെയ്യുക.
അതാണ് ഓലി ഈ മന്ത്രകോടിന് അത്രയും വിശേഷമായിക്കാണ്ട് കൊണ്ടെടുക്കുന്നതും അതീന്ന് നൂലെടുത്തുകാണ്ട് താലിയൊക്കെ ഉണ്ടാക്കുന്നതും. അപ്പൊ ഇതൊക്കെ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളി വിടുകയാണ്. ഇനി ഞാൻ ഇവരുത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാസ്റ്റിലൊക്കെ പോയിക്കാണ്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെന്റ് കാസ്റ്റിലാണല്ലോ പോകുക. അവിടെ അതേപോലെ തന്നെ ഓരോരോ നാട്ടിൽ പോയിക്കാണ്ട് നമ്മളിങ്ങനെ ആ നാട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ചോദിച്ചു അറിയലുണ്ട്. ഈവൻ മലപ്പുറത്ത് തന്നെ ഇപ്പൊ തിരൂര് സൈഡ്, പൊന്നാനി സൈഡ് ഓൽക്കൊക്കെ ഓരോ ചടങ്ങുകളാണ്. ഓരോ നമ്മളെ മഞ്ചേരിയിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കാത്ത ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ടായേക്കാം. അത് ഓർക്കുള്ള മനസ്സിലാവുക, നമുക്ക് മനസ്സിലാവൂല. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ ചടങ്ങുകളും ഓരോ വിശ്വാസങ്ങളും ഉണ്ട്. എനിക്കതൊക്കെ കേട്ടിരിക്കാനും ഞാനത് നന്നായി ചോദിച്ചു അറിയാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഇവിടെയും പറയാന്നുള്ളൂ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഷെയർ ആക്കണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് അത് ഭംഗി. From the bride side, Ruben is going to sing a song. ബ്രൈഡിന് വാക്സിന്ന് വലഞ്ഞിരുന്നിട്ട് നേരെ സ്റ്റേജിൽ പോയിരുന്നിട്ട് പാവണ്ട്. ബ്രൈഡിന്റെ നാത്തൂനാട്ടോ, അതായത് ഗ്രൂമിന്റെ സിസ്റ്റർ. ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് നാത്തൂന്. May God bless you. ഒറ്റ ആങ്ങളാണെന്നൊക്കെ Can't wait to see the next chapter of your life. So, and I just want to say a big thank you to everyone who's been here. A big thank you to our MC and a big thank you to all the videos, the cameras, and everyone who's here. Thank you for joining us in this wonderful occasion and this all our family and all our friends who have traveled far and wide. So big thank you and a big congratulations once again. ഞങ്ങൾ പോവുകയാണ്. ജോജി ജാക്കബ് ആൻഡ് റുത്ത് പൗൾ കേട്ടോ. റേഞ്ചറോ അല്ല പോർഷ്യയിലാണ് ഗ്രൂം വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയോട് യാത്ര പറയുകയാണ്. ഇനി ട്രെയിനത്തെ തിരക്ക് എങ്ങനെ ആകുന്നില്ല ഒരു പിടിയില്ല. വിശ്വ എങ്ങനെ ഉണ്ടായിന് വർക്ക്? വെള്ളം പോവാതെ തങ്ങി നിൽക്കണത് കേട്ടോ റോട്ടില്, ഓഡിറ്റോറിയത്തിൻ്റെ റോട്ടില്. വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. ഇവിടുന്ന് നമ്മളെ തന്നെ നോക്കണം. റെയിൽവേ സ്റ്റേഷൻ. നമ്മളപ്പോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. 4:55 ഒരു ട്രെയിൻ ഉണ്ട്. ഒരു 3-5 മിനിറ്റ് ഡിലേ ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് പോയാൽ രാത്രി എപ്പെത്താം? ഏകദേശം അതിൽ നാട്ടിലേക്ക് പോയാൽ ഏകദേശം 10:44 എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ്, ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കണ മാസ്റ്റർ പറഞ്ഞ് കോഴിക്കോട്ടേക്ക് വണ്ടിയില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ റിസർവേഡ് ആയിട്ടുള്ള ട്രെയിനുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആകെ ഒന്ന് പേടിച്ചിട്ടു. കാരണം KSRTC ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഇങ്ങനെ വാഷ്റൂം പോകാനൊന്നും പറ്റില്ലല്ലോ. മഴക്കാലം കൂടി ആകുമ്പോൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോകേണ്ടി വരില്ല. പിന്നെ ആൾ നോക്കിയപ്പോൾ 3 ടിക്കറ്റ് കിട്ടി റിസർവ്ഡ് ആയിക്കാണ്ടുള്ളത്. പക്ഷേ ലേഡീസല്ല, മിക്സ്ഡ് ആയിക്കാണ്ടില്ലേ അതിലാണ് കിട്ടിയത്. ട്രെയിനിൽ കിട്ടി. ആദ്യമായിട്ട് TTR ടിക്കറ്റ് ചെക്ക് ചെയ്തു കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു റിസർവ്ഡ് ആയിക്കാണ്ടുള്ള ട്രെയിനായിട്ടായിരിക്കാം, അല്ലാതെ ഇതുവരെ ആയിട്ടും ഇത്രയും കാലം ട്രെയിന് പോയിട്ട് ടിക്കറ്റ് ചെക്ക്. TTR ഞാൻ കണ്ടിട്ടില്ല, ലേഡി TTR. ഇമ്മച്ചി യാത്ര ഭയങ്കരമായിക്കാണ്ട് എൻജോയ് ചെയ്തിരിക്കണം കേട്ടോ. ഉമ്മച്ചി ഞാൻ വെറുതെ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ താജ്മഹലൊക്കെ കാണാനുണ്ടോ ചോദിച്ചു. ഉമ്മച്ചി പറഞ്ഞാൽ ഞാൻ റെഡിയാണ് എന്ന് അമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചി സെറ്റാണ്. ഉമ്മച്ചിക്ക് ഇഷ്ടമായി യാത്ര പോകണതൊക്കെ. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇപ്പച്ചി കൊണ്ടുപോയി അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിഷുവിനോട് എന്താ കുറച്ചു നേരം ഞാനവിടെ ഇരുന്നാലും പറഞ്ഞിക്കാണ്ട് പുറം കാഴ്ചകളൊക്കെ കാണാൻ പോയിക്കാണ്. എറണാകുളം എത്തിട്ടോ. ഇത് കൊച്ചി എയർപോർട്ടാണ് കേട്ടോ. ഇപ്പൊ തൃശ്ശൂർ എത്തിട്ടോ. ഓള് തിരൂരാത്രേ. എനിക്കിവിടെ ഞാൻ മാത്രം കണ്ടിട്ടില്ലേ. ഒരു ട്രെയിനിൽ ഒരു TTR ഉള്ളു ഉണ്ടാകും. അപ്പോൾ ഇത് മേ ബി ഇനി കണ്ണൂർക്കുള്ളതാണ് കേട്ടോ. ഈ ട്രെയിന് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ട് കണ്ണൂർക്കാണ്. ഞാനപ്പോൾ ഇന്നലെ ബ്യൂട്ടി ബ്ലൂമിലായിരുന്നു. ഒരു സ്കോഡുണ്ട്, ബ്ലൂം സ്കോഡ്. ഒരു ട്രാൻഡർ ഉണ്ടായിരുന്നു. ഓരപ്പോൾ സ്റ്റോറി കണ്ട് വിളിക്കണ്ട് എവിടെയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ട്രെയിനിലുണ്ട് കേട്ടോ. ഒരു കാണാണ്. ഒരു പകുതിക്കണ്ട് ഇങ്ങോട്ട് നടക്കണ്ട്, ഞാൻ അങ്ങോട്ട് നടക്കണ്ട്. ഞാൻ D50ലാണ്, ഒരു D1ലാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. എന്തുണ്ട് വിശേഷം? കണ്ട് അത് ഭയങ്കര രസമായിരുന്നു കണ്ടത്. കണ്ടെന്ന് വെച്ചാല് ഇന്നലെ ബ്യൂട്ടി ബ്ലൂമിന്റെ കൂടെ, ഇന്ന് ഓരോ കൂടെ. പിന്നെ എന്റെ ലുക്കൊക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അവരെ കണ്ട് വന്നിട്ടോ. അത് നല്ല രസമായി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, അവരെ കണ്ടതില്ല. അങ്ങോട്ട് ഞങ്ങൾ സംസാരിച്ചു പോയി. ഞങ്ങൾ കുറച്ച് അതിന് കണ്ടിട്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഐലൈനറൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ. എണീച്ചപ്പോൾ അത് ഇക്കട്ടൊക്കെ ആയിട്ടുണ്ട്. കാരണം ഏകദേശം 1 വീക്ക് ആയിക്കണേ ഞാൻ ഏകദേശം പ്രോപ്പറായി കണ്ട് ഉറങ്ങിയിട്ട്. അപ്പോൾ ഇനി ഒന്ന് ഉറങ്ങണം. വീട്ടിൽ പോയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഉറങ്ങണം. അതിനുള്ള ഈ ടയർഡ്നെസ് ഒക്കെ പോകും. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ യാത്ര ചെയ്തിട്ടൊരു ക്ഷീണം ഉണ്ടാകുമല്ലോ, അതുണ്ട്. പക്ഷെ വർക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. മടുത്തിട്ടില്ല, അതാണ് പറയാം. പ്രത്യേകിച്ച് പറയാനുള്ളത് അതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് കട്ടെടുക്കും ഇങ്ങനെ കുലുങ്ങണുണ്ട്. അപ്പോൾ 10:45 നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇൻഷാല്ലാ എത്തും. ഏകദേശം ടൈം 9:52 ആയിട്ടുണ്ട്. അപ്പം ഞാനിഞ്ഞ് അവിടെ പോയിട്ട് കാണാം. നമ്മളങ്ങനെ തിരൂരെത്തിട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോടാണ്. ഫർസും സാനിയും ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാകും. നോക്കട്ടെ കാണുമെന്നുള്ളത്. പക്ഷെ ഒരു പുറത്തേക്ക് എത്തിയിട്ടുണ്ടാകും കേട്ടോ. ഒരു കുട്ടികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഫറൂഖ് ബാർ എത്തിട്ടോ. ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്താനായി. ഏകദേശം ഇനി 2-3 മിനിറ്റ് ഉള്ളൂ. ട്രെയിന് സ്ലോ ആകാൻ തുടങ്ങി. ഏകദേശം കല്ലായി കണ്ട് ട്രെയിന് സ്ലോ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ മാഷാഅല്ലാ ഇനി വീട്ടിലേക്ക് എത്തട്ടെ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. ക്ലാസ് മുന്നിലുണ്ട്. കോച്ച് നമ്പർ 8ൻ്റെ താഴെയാണെന്ന് പറയുന്നത്. ഞങ്ങൾ ഇറങ്ങിയത് കോച്ച് നമ്പർ 20ൻ്റെ താഴെയാണ് ഇറങ്ങിയത്. ഈടെടുക്കുന്ന അറിഞ്ഞിക്കൊണ്ട് സെറ്റപ്പായി വരികയാണ് കേട്ടോ. അസ്സലാമലൈക്കും. ക്ഷീണിച്ചോ? മറുപടി അറിയില്ല. ക്ഷീണിച്ച ഞങ്ങള് നല്ല മഴയാണ്. ഇപ്പൊ ഏകദേശം എവിടെ എത്തി? തുറക്കിലെത്തിയോ? ആ തുറക്കിലെത്തിട്ടോ. മഞ്ചേരി എത്താനായി. ഇന്നലോ അവിടെ എത്ര മഴയില്ലല്ലോ അമ്മ? രാവിലെ മുതലേ നല്ല മഴ. ആ രാവിലൊക്കെ മഴ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുകയാണെന്ന്.
കാരണം നാളെ ഇവിടെ അടുത്ത് തന്നെ വെക്കുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ട് നാളെ ഇവിടുന്ന് പോകും. പോയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എത്തിയിട്ട് വിളിക്ക്. അപ്പൊ നിങ്ങളല്ലേ പോരണ്ടായിരുന്നേ? നാളെ വർക്ക് കഴിഞ്ഞിട്ട് വരണ്ടേ? നാളെ വർക്ക് കഴിഞ്ഞിട്ട് വരണ്ടേ? ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിന്നു. കാരണം നാളെ വർക്ക് ഉണ്ട്. അതിവിടെ അടുത്താണ്, പാണ്ടിക്കാടാണ്. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിക്കാണ്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം 1 hour ഒക്കെ ട്രാവൽ ഉണ്ടാകും. ഇവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റൊക്കെ ഉള്ളൂ. പിന്നെ നന്നായി ഒന്ന് ഉറങ്ങണം, നല്ല ഉറങ്ങണം. കാരണം അത്യാവശ്യം ബോഡി ടയേർഡാണ്. ഉറക്കം കിട്ടാഞ്ഞിട്ടുള്ള ആ ഒരു ടയേർഡ്നെസ് ഭയങ്കരമായി കണ്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി പൂച്ചനെ കണ്ടിട്ട് ആളെ വിഷ് ചെയ്യണൊക്കെ കണ്ടിട്ട് എത്തിയറിക്കാണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.